ആരോഗ്യകരമായ ഭക്ഷണക്രമം നമ്മുടെ ശരീരത്തിന് എല്ലാ തരത്തിലും ഗുണകരമാണ്. അതുപോലെ തന്നെയാണ് ഏത് രീതിയിലാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത് എന്നതും പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ആവിയിൽ വെച്ചുള്ള ഭക്ഷണം അഥവാ സ്റ്റീം കുക്കിംഗ് രീതിയിലുള്ള ഭക്ഷണം ആരോഗ്യകരമായ ഒന്നാണ്. ചൂടുള്ള നീരാവി ഉപയോഗിച്ച് ഭക്ഷണം തയ്യാറാക്കുന്നതാണ് സ്റ്റീം കുക്കിംഗ്. എണ്ണയിലും കൊഴുപ്പിലും വറുത്തതോ തിളപ്പിച്ചോ തയ്യാറാക്കുന്ന ആഹാരത്തേക്കാൾ എന്തുകൊണ്ടും നല്ലത് ആവിയിൽ വെച്ചുള്ള ഭക്ഷണമാണ്. ഇന്ത്യ ഉൾപ്പെടെ ഏഷ്യൻ രാജ്യങ്ങളിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും സ്റ്റീം കുക്കിങ്ങിലൂടെ ഒട്ടേറെ വിഭവങ്ങൾ തയ്യാറാക്കാറുണ്ട്. നമ്മൾ മലയാളികൾ ഇഡലിയും പുട്ടും ഇടിയപ്പവും ഏത്തപ്പഴം പുഴുങ്ങിയതും ഒക്കെ ഇങ്ങനെ തയ്യാറാക്കാറുണ്ട്. ഈ പരമ്പരാഗത പാചകരീതി ആരോഗ്യകരമായ ഭക്ഷണക്രമത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നു. ആവിയിൽ വേവിച്ച ഭക്ഷണം എന്തുകൊണ്ടാണ് ഏറ്റവും ആരോഗ്യകരമാകുന്നതെന്ന് നമുക്ക് നോക്കാം. എണ്ണയിൽ വറുക്കുകയോ തിളപ്പിക്കുകയോ പോലുള്ള പാചകരീതികൾ ഭക്ഷണത്തിൻ്റെ പോഷക ഗുണം നിലനിർത്താൻ വളരെ കുറച്ച് മാത്രമേ സഹായിക്കൂ. എന്നാൽ ആവിയിൽ വേവിക്കുമ്പോൾ പച്ചക്കറികളിലും മറ്റും കാണപ്പെടുന്ന ആവശ്യ വിറ്റമിനുകളും ധാതുക്കളും നിലനിർത്താനായിട്ട് അത് സഹായിക്കും. കൂടാതെ ആവിയിൽ വേവിക്കുമ്പോൾ വിറ്റമിൻ ബി, തയാമിൻ, നിയാസിൻ, വിറ്റമിൻ സി തുടങ്ങിയ ചില വിറ്റമിനുകളുടെ ശക്തി വർദ്ധിപ്പിക്കാനായിട്ടും സഹായിക്കും. ഇതുകൂടാതെ പൊട്ടാസ്യം, കാൽസ്യം, ഫോസ്ഫറസ്, സിങ്ക് തുടങ്ങിയ പല ധാതുക്കളും നശിക്കാതെ ഇരിക്കാനായിട്ടും ആവിയിൽ വേവിക്കുന്നത് സഹായിക്കും. സ്റ്റീം കുക്കിംഗ് രീതി പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വെറും ആവി ഉപയോഗിച്ച് എണ്ണ ആവശ്യമില്ലാതെ ഭക്ഷണം പാകം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് വറുത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയതാണ്. എണ്ണ ഉപയോഗിച്ച് പാചകം ചെയ്യുമ്പോൾ ഭക്ഷണത്തേക്കാൾ കൊഴുപ്പിൻ്റെ അളവ് കുറവായതിനാൽ ആവിയിൽ പാചകം ചെയ്ത് തയ്യാറാക്കുന്ന ഭക്ഷണങ്ങൾ ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താം. ആവിയിൽ വേവിക്കുന്ന ഭക്ഷണങ്ങളും വേവിച്ച പച്ചക്കറികളും പഴങ്ങളും വളരെ മൃദുവാകും. അവ നമ്മുടെ ശരീരത്തിന് എളുപ്പത്തിൽ ദഹിപ്പിക്കാനായിട്ട് സാധിക്കും. ഈ രീതിയിൽ തയ്യാറാക്കുന്ന ഭക്ഷണങ്ങളിലെ എല്ലാ പോഷക ഗുണങ്ങളും നമ്മുടെ ശരീരത്തിന് തടസ്സമില്ലാതെ ആഗിരണം ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. സ്റ്റീം കുക്കിംഗ് രീതി ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഭക്ഷണം കൊളസ്ട്രോൾ നിയന്ത്രണത്തിലാക്കാനായിട്ട് സഹായിക്കും. പാചകം ചെയ്യുമ്പോൾ എണ്ണ ഉപയോഗിക്കാത്തതാണ് ഇതിന് കാരണം. ആവിയുടെ സഹായത്തോടെയാണ് ഭക്ഷണം തയ്യാറാകുന്നത്. സ്റ്റീമിംഗ് രീതി എണ്ണയുടെ ഉപയോഗം ഒഴിവാക്കുന്നതിനാൽ ഉയർന്ന ബിപിയിലേക്കും കൊളസ്ട്രോളിലേക്കും നയിക്കുന്ന കൊഴുപ്പ് അല്ലെങ്കിൽ പൂരിത എണ്ണകൾ കഴിക്കുന്നതിൽ നിന്ന് ഒരാൾക്ക് പൂർണ്ണമായിട്ടും വിട്ടുനിൽക്കാം. ആവിയിൽ വേവിക്കുന്ന പ്രധാന സവിശേഷത പല പച്ചക്കറികളും ഒരേ സമയം രുചി കലരാതെ ആവിയിൽ വേവിക്കുക എന്നതാണ്. കൂടാതെ ആവിയിൽ വേവിച്ച പാത്രങ്ങൾ വൃത്തിയാക്കാനും എളുപ്പമാണ്. കാരണം എണ്ണയിലോ വെള്ളത്തിലോ പതിവായി പാചകം ചെയ്യുമ്പോൾ നമ്മൾ പാത്രങ്ങൾ വൃത്തിയാക്കാനായിട്ട് സ്ക്രബ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരാറുണ്ട്. പക്ഷേ ആവിയിൽ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത് എണ്ണയിൽ വറുക്കുന്നതോ പൊരിക്കുന്നതോ ഒക്കെ ആയിട്ടുള്ളത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. കൂടുതലായിട്ട് നമ്മൾ ഈ സ്റ്റീം കുക്കിംഗ് രീതിയിലൂടെ പാചകം ചെയ്തിട്ട് മാത്രം ആഹാരം കഴിക്കാനായിട്ട് ശ്രമിക്കുക.